നമസ്കാരം. തൃശൂർ മാള കോട്ടമുറിയിൽ വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. പാറപ്പുറം സ്വദേശി ജോമോനാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 23-ന് പുലർച്ചെയാണ് മാള വലിയപറമ്പ് കോട്ടമുറിയിൽ വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ മോഷണം നടന്നത്. 4.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ജോമോൻ അടിച്ചെടുത്തത്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും പരിശോധിച്ചതിൽ നിന്നും പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. തുടർന്ന് സമാന മോഷണ കേസുകളിൽപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചതിൽ നിന്നുമാണ് ജോമോനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. മോഷണത്തിനിറങ്ങുമ്പോൾ ജോമോന് ഒരു പ്രത്യേക രീതിയാണെന്ന് പോലീസ് പറയുന്നു. രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനാലകൾ തുറന്നു കിടക്കുന്ന വീടുകൾ കണ്ടാൽ അവിടെ കയറുകയും ജനലിലൂടെ കൈ കടത്തി ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ജനലിലൂടെ കൈ എത്തിച്ച് വാതിൽ തുറന്ന് അകത്തു കയറി മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി. കൃത്യം ചെയ്യുന്ന ദിവസങ്ങളിൽ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇതോടെ ടവർ ലൊക്കേഷനും പോലീസിന് കണ്ടെത്താനായില്ല. മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. തുടർന്ന് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. മോഷണ മുതലുകളും പ്രതിയിൽ നിന്ന് കണ്ടെത്തി. മോഷ്ടിച്ച പണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനും ആർഭാട ജീവിതം നടത്തുന്നതിനുമാണ് പ്രതി ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. 4 വർഷം മുൻപ് 75 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ച ആളാണ് പ്രതി. ചാലക്കുടി, മാള പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ മറ്റു കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ജോമോൻ എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയ പ്രതിയെ മാള പോലീസിന് കൈമാറി. അതേസമയം താമരശ്ശേരിയിൽ ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് 50 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ CCTV പരിശോധന ആരംഭിച്ചു. കോഴിക്കോട് റൂറൽ SP അഗിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജ്വല്ലറിയുടെ സമീപത്തുള്ള കടകളിലെയും സമീപ പ്രദേശങ്ങളിലെയും CCTV പരിശോധന ആരംഭിച്ചത്. പ്രതികളെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ഇതിലൂടെ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കൊടുവള്ളി ആവിലോറ സ്വദേശി അബ്ദുൽ സലാമിന്റെ റെന ഗോൾഡ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജ്വല്ലറിയിലെ മോഷണം പോലീസിനും നാണക്കേടായിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ജ്വല്ലറി തുറക്കാനെത്തിയ ജീവനക്കാരാണ് ആദ്യ മോഷണം തിരിച്ചറിഞ്ഞത്. ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ജ്വല്ലറിക്ക് സൈഡിലൂടെ 2ാം നിലയിലേക്ക് കയറാനുള്ള കോണിപ്പടിക്ക് സമീപത്തായുള്ള ഭിത്തിയാണ് കള്ളന്മാർ തുരന്നത്. അകത്ത് കയറി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തകർത്താണ് 50 പവനോളം സ്വർണം കള്ളന്മാർ അടിച്ചെടുത്തത്. പ്രതികളെന്ന് കരുതുന്ന 3 പേരുടെ ദൃശ്യങ്ങൾ ജ്വല്ലറിയിലെ CCTVയിൽ നിന്നും പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിൽ 2 പേർ ഭിത്തി തുരന്ന് കടയ്ക്കുള്ളിൽ കയറുന്നത് വ്യക്തമാണ്. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. കൊടുവള്ളി ആവിലോറ സ്വദേശി അബ്ദുൽ സലാമിന്റെ റെന ഗോൾഡ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജ്വല്ലറിയിലെ മോഷണം പോലീസിനും നാണക്കേടായിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ജ്വല്ലറി തുറക്കാനെത്തിയ ജീവനക്കാരാണ് ആദ്യ മോഷണം തിരിച്ചറിഞ്ഞത്.